അഭിഷേകും നന്ദനയും രണ്ടുപേരും കൊള്ളാം കേട്ടോ. നോമിനേഷൻ പ്രക്രിയയൊക്കെ കഴിഞ്ഞ് അവരിന്ന് ലൈവിലിരുന്ന് ജിൻഡോ ഇരിക്കെ ഒരു കാര്യം പറഞ്ഞു. ജിൻഡോയ്ക്ക് ആരാധകരും ഫാൻ ബേസും വോട്ടും ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കി പറഞ്ഞതാണ്. ഋഷിയും ഉണ്ടായിരുന്നു. പക്ഷെ നന്ദന അഭിഷേക് എന്ന് പറയാൻ കാരണം രണ്ടുപേരും വൈൽഡ് കാർഡുകളായിട്ട് കയറിയവരാണ്. അതുകൊണ്ടാണ് രണ്ടുപേരും ഒരു ഗ്രൂപ്പിലായിട്ട് നമ്മൾ പറഞ്ഞത്. നമുക്ക് കാര്യത്തിലേക്ക് വരാം. അഭിഷേക് വളരെ സീരിയസ് ആയിട്ട് നന്ദനയോട് പറയുന്നു, ജിൻഡപ്പന്റെ ഈ ആഴ്ചത്തെ വോട്ട് മൊത്തം നിനക്കാണ് നന്ദനെ എന്ന്. അപ്പൊ ഋഷി ആകെ ഞെട്ടിയിട്ട് ജിൻഡോയോട് ചോദിക്കുന്നു, ആണോ ജിൻഡപ്പ എന്ന രീതിയിൽ നന്ദനെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ജിൻഡോ തല കുനിച്ച് ഇരിക്കുന്നുണ്ട്. എന്താ ജിൻഡപ്പ മിണ്ടാത്തത്, ഒരു ഉഷാറില്ലല്ലോ എന്ന രീതിയിൽ അഭിഷേകും പിന്നെ ഋഷിയും നന്ദനയും കൂടി ചോദിക്കുന്നുണ്ട്. ഉടനെ ജിൻഡോ പറയുന്നു, ചില സമയത്ത് മൗനമാണ് ഏറ്റവും ബെസ്റ്റ്, മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നു. ജിൻഡോ ഈ നടത്തിയത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എന്നെ വെച്ച് ഒരുത്തിനും അങ്ങനെ വോട്ട് ഉണ്ടാക്കണ്ട എന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. അഭിഷേകിനും ഋഷിക്കും ഒക്കെ കുറെ വോട്ടുകൾ എന്തായാലും പോകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അൻസിബയുടെ എവിക്ഷനും പിന്നെ ജിൻഡോ നോമിനേഷനിലില്ല. കാരണം ഒത്തിരി റെഗുലർ വോട്ടേഴ്സ് ആണ് ബിഗ് ബോസ് മലയാളത്തിൽ ഉള്ളത്. അതുകൊണ്ട് പലരും അഭിഷേകിനും ഋഷിക്കും ഒക്കെ വോട്ട് ചെയ്തെന്നിരിക്കാം. പക്ഷേ ജിൻഡോ ഈ ആഴ്ച നോമിനേഷനിൽ ഇല്ലാത്തത് കൊണ്ട് അടുത്ത ആഴ്ചത്തെയും വോട്ടുകൾ മറിയരുത് എന്നായിരിക്കും പുള്ളി ഇപ്പം പറഞ്ഞപ്പോ ചിന്തിച്ചത്. മിണ്ടാതിരുന്നാലേ ചിലപ്പോ ആരും വോട്ട് ചെയ്യാതിരുന്നാലോ. ബുദ്ധി എങ്ങനെ, ബുദ്ധി എപ്പിടി, അതാണ് ജിൻഡോ ഓർത്തത്. അഭിഷേക് നന്ദനെ ഋഷി ആകെ ഷോക്ക്ഡ് ആയിട്ട് ഇരിക്കുന്നതാണ് കണ്ടത് ജിൻഡോ ഇത് പറഞ്ഞപ്പോ. ജിൻഡോയിൽ നിന്നും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രതീക്ഷിച്ചില്ല. ഋഷിയെയോ അഭിഷേകിനെയോ വല്ല സപ്പോർട്ട് ചെയ്യുമെന്ന് അവര് പ്രതീക്ഷിച്ചു. പക്ഷെ അത് നടന്നില്ല. ജിൻഡോയുടെ വോട്ടേഴ്സ് ആർക്കും വോട്ട് ചെയ്യാൻ പാടില്ല എന്നാണോ പുള്ളി ഉദ്ദേശിച്ചത്? അറിയത്തില്ല. ഞാൻ പ്രേക്ഷകരിലേക്ക് വിട്ടു തന്നിരിക്കുന്നത്. നിങ്ങൾ കമന്റ് ഇട്ട് പറയുക.